എന്തല്ല ചങ്ങായിമാരെ, സുഖമല്ലേ? ഈ വീഡിയോ ആരും തട്ടിമാറ്റി പോകണ്ട കേട്ടോ. എല്ലാവർക്കും ഉപകരിക്കും. നിങ്ങളും ഇത് ശ്രദ്ധിക്കേണ്ടവരാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു സിം ഉണ്ടായി. ജിയോൻ്റെ സിമ്മാണ്. 650 റുപ്യ കൊടുത്ത് 2 വർഷം മുമ്പ് എടുത്ത സിമ്മാണ്. അതിലാണ് അവന് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവനിക്ക് സ്കൂളിലേക്ക് ഒരു അക്കൗണ്ട് ആവശ്യമുണ്ടായി. അങ്ങനെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ തളിപ്പറമ്പ് സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ എൻ്റെ മകനും പോയ സമയത്ത് അവിടെ നിന്ന് അക്കൗണ്ടൊക്കെ ആക്കി നമ്പർ കൊടുത്ത് അതിൽ ഗൂഗിൾ പേ വേണം എല്ലാം വേണമെന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇങ്ങനെ കൊടുത്തപ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോഴാണ് അവർ പറയുന്നത് ഈ നമ്പറിൽ വേറെ ആൾ ബാങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ ഗൂഗിൾ പേ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് അതിലാരെങ്കിലും പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർ വലിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിമ്മ് 2 വർഷങ്ങൾക്ക് മുമ്പ് ജിയോൻ്റെ സിമ്മ് തളിപ്പറമ്പ് ജിയോൻ്റെ ഓഫീസിൽ നിന്ന് എടുത്ത സിമ്മാണ്. അങ്ങനെ ഭാര്യ എന്താക്കി, മകനും ഭാര്യയും കൂടി ജിയോൻ്റെ ഓഫീസിലേക്ക് പോയി. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ജിയോൻ്റെ ഓഫീസിൽ പോയിട്ട് അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ഇത് ഇവൻ്റെ പേരിൽ എടുത്ത സിമ്മാണല്ലോ, ഇത് വേറെ ആൾ ഇതിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയാം. പക്ഷെ ഭാര്യ ആയതുകൊണ്ട് തിരിച്ചു വന്ന് അവർ പറയാണ് ഇത് വേറെ ആൾ ഉപയോഗിച്ച സിമ്മായിരുന്നു, അത് കൊടുത്തതാണ്. ഞാൻ ചോദിച്ചു വെറുതെ കൊടുത്തൊന്നുമല്ലല്ലോ, ആധാർ കാർഡ് കൊടുത്ത് 650 റുപ്യ കൊടുത്തിട്ടാണ് സിം കൊടുക്കുന്നത്, 2 വർഷം ഉപയോഗിച്ച്. എന്നിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറ, എന്താണിത് അവസ്ഥ? ഈ ജിയോൻ്റെ ഓഫീസിലിരിക്കുന്ന ഓൻ്റെതാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓനെന്താ ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ എന്താണ് വേണ്ടത്? അതിനെപ്പറ്റി അറിയുന്നവരൊന്ന് പറയണം. കാരണം ഇതിനി ഒരാൾക്കും ഇതുപോലെ വരാൻ പാടില്ല. ഇപ്പം ഞാനൊരു ജിയോൻ്റെ സിമ്മ് വാങ്ങി, അല്ലെങ്കിൽ എയർടെലിൻ്റെ വാങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്മ് വാങ്ങി ഞാനത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇത്തരം 3 മാസം കഴിയുമ്പോൾ അത് കട്ടായിപ്പോയി, ഉപയോഗിക്കാതിരുന്ന അത് ഇതായി കഴിഞ്ഞാൽ അതേ നമ്പറിൽ സിം ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കണം അതിലെന്തെങ്കിലും ഉണ്ടാ. എല്ലാം ബ്ലോക്ക് ആക്കിയിട്ട് വേണം അടുത്ത സിമ്മ് കൊടുക്കാൻ. അല്ലാതെ വേഗം ഒരാൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സിമ്മ് വേറെ വിറ്റിട്ട് അത് വേറെ ആൾ ഉപയോഗിച്ച സിമ്മ ഞാൻ നിങ്ങൾക്ക് തന്നിനി, ഇപ്പോൾ എടുത്ത സിം ഇതേപോലെ വേറെ ആരെങ്കിലും ഉപയോഗിക്കൂലേ? അപ്പോൾ ഇതിൻ്റെ വഴിയാണ്. ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി അറിയുന്നവർ പറയുക. ഇനി ഒരാൾക്കും ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ അറിയിക്കുന്നതും നിങ്ങളോട് പറയുന്നതും. അതുകൊണ്ട് ഇതിൻ്റെ നിയമത്തിൻ്റെ വഴി എന്താണ്? ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിൻ്റെ നിയമം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.